മഹാഗുരുവിനെ പ്രാർത്ഥിക്കുന്നവർ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട ഒന്നാമത്തെ പ്രാമാണിക ഗ്രന്ഥം, മഹാഗുരുവിന്റെ ചിത്രം വെച്ച് ആരാധിക്കുന്ന, മഞ്ഞക്കൊടിയുടെ കീഴിൽ അഭിമാനത്തോടെ അണിനിരക്കുന്ന, ഗുരുവിനെ പൂജിക്കുന്ന, ഉപാസിക്കുന്ന ഒരു ശ്രീനാരായണ ഭക്തൻ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട അവന്റെ ഒന്നാമത്തെ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മളിൽ എത്ര പേര് ഉത്തരം പറയുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. പ്രിയമുള്ളവരെ, ഒരു ശ്രീനാരായണീയന്റെ ഒന്നാമത്തെ പ്രാമാണിക ഗ്രന്ഥം എന്ന് പറയുന്നത് അവിടുത്തെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്നിട്ടുള്ളതായ, അവിടുന്ന് നമുക്ക് പകർന്നു തന്നിട്ടുള്ളതായ അമൃതായിരിക്കുന്ന ഗുരുദേവ കൃതികളാണ്. നമ്മുടെ ഒന്നാമത്തെ പ്രാമാണിക ഗ്രന്ഥം ഏതാണ്? ഒരു ക്രിസ്ത്യൻ സഹോദരൻ ബൈബിൾ കൊണ്ടു നടക്കുന്നത് പോലെ ഒരു മുസ്ലിം സഹോദരൻ എപ്രകാരമാണോ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, അതുപോലെ ഒരു ശ്രീനാരായണ ഭക്തൻ, മഹാഗുരുവിനെ ഉപാസിക്കുന്ന ഒരു ഭക്തൻ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട ഒന്നാമത്തെ പ്രാമാണിക ഗ്രന്ഥം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഗുരുദേവ കൃതിയാണ്. രണ്ടാമത്തെ പ്രാമാണിക ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. ഇനി ഏതു പറയുമ്പോഴും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം തീർച്ചയായും ഉണ്ടാവും. എന്തുകൊണ്ട് ഗുരുദേവ കൃതി ശ്രീനാരായണീയന്റെ ഒന്നാമത്തെ പ്രാമാണിക ഗ്രന്ഥമായി? എന്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണീയന്റെ രണ്ടാമത്തെ പ്രാമാണിക ഗ്രന്ഥമായി? തീർച്ചയായും ഇതാണ് ഒന്നാം ഗുരുദേവ കൃതിയാണ് എന്ന് പറയുമ്പോ ഇത് അറിയാത്ത, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാത്ത, ഇത് കേൾക്കാത്ത ആളുകളുടെ ഉള്ളിൽ തീർച്ചയായും ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, രവിവാര പാഠശാലയിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ, നമ്മൾ ഇത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ കാര്യകാരണ സഹിതം നമ്മൾ ഇത് മനസ്സിലാക്കിയേ മതിയാകൂ. എന്തുകൊണ്ട് ഗുരുദേവ കൃതി ശ്രീനാരായണീയന്റെ ഒന്നാമത്തെ പ്രാമാണിക ഗ്രന്ഥമായി? അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് അവിടുത്തെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്നിട്ടുള്ളതാണ്. ഗുരുദേവ കൃതി എന്ന് പറഞ്ഞാൽ ഗുരുദേവ കൃതി അത്രയും എവിടുന്ന് തന്നെ വന്നിട്ടുള്ളതാണ്? അവിടുത്തെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്നിട്ടുള്ളതാണ്. ഈശ്വരനാൽ വിരചിതം. ഇതാണ് അതിന്റെ ഒന്നാമത്തെ മഹത്വം. ഇതിനെ കവച്ചു വെച്ചുകൊണ്ട് ഒന്നും പറയാനില്ല. ഗുരുദേവ കൃതി എന്താണ്? ഗുരുവിന്റെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്നത്. ഇനി രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു സംശയത്തിന്റെ നിവാരണം ഇവിടെയുണ്ട്. ഗുരു ആരാണ്? ഗുരു ഈശ്വരനാണോ? ഗുരു ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദേവീദേവ സങ്കല്പം എന്താണ്? പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ്, എങ്ങനെയാണ്? അതുപോലെയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എവിടെയുണ്ട്? ഗുരുദേവ കൃതി ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗുരുദേവ കൃതികളിലൂടെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആധ്യാത്മിക പുരോഗതിക്കു വേണ്ട, ഭക്തിയെ വളർത്തുവാൻ വേണ്ട, ഈശ്വരനെ അറിയുവാൻ വേണ്ട എല്ലാ അറിവും ഏതിൽ അടങ്ങിയിരിക്കുന്നു? ഗുരുദേവ കൃതിയിൽ അടങ്ങിയിരിക്കുന്നു. എങ്ങനെ നല്ല ഒരു ഭാര്യയായിട്ട് ജീവിക്കണം അറിയില്ല എങ്കിൽ ആ ഗുരുദേവ കൃതി ഒന്ന് എടുത്തു നോക്കൂ, ശരിയല്ലേ? എങ്ങനെ നല്ല കുടുംബം കൊണ്ടുപോകണം അറിയില്ല എങ്കിൽ ആ ഗുരുദേവ കൃതി ഒന്ന് എടുത്തു നോക്കൂ. എനിക്ക് ഭക്തി എന്ന് പറയുന്നതില്ല, ഇനി ഭഗവാനെ എന്റെ ഭക്തി ശരിയായിട്ടുള്ള ഭക്തിയാണോ, ഇനി എങ്ങനെയാണ് എന്റെ ഭക്തിയെ ശരിയായി കൊണ്ടുപോകേണ്ടത് അറിയില്ല എങ്കിൽ ദർശനമാല എടുക്കൂ, ഭക്തി ദർശനം നോക്കൂ. വ്യക്തമായി ഗുരു പറയുന്നുണ്ട് എന്താണ് ഭക്തി, യഥാർത്ഥത്തിലുള്ള ഭക്തി എന്താണ്. അവിടെ ഗുരു പറയും ആത്മാവിനെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി. എന്നിട്ട് അവിടെ തന്നെ മറ്റൊന്ന് പറയും തൈലധാരാവത് എന്നും പറയും. അങ്ങനെ ഭക്തി എന്താണ്, പ്രാർത്ഥന എന്താണ്, ദേവീദേവ സങ്കല്പം എന്താണ്, ശ്രീനാരായണ ഗുരു യഥാർത്ഥത്തിൽ ആരാണ്, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എവിടെയുണ്ട്? ഗുരുദേവ കൃതിയിലുണ്ട്. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിക്കുക ശ്രീനാരായണ ഗുരു ഈശ്വരനാണോ, ഗുരു ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അയ്യോ അത് ഞങ്ങൾക്ക് അറിയില്ല എന്നല്ല പറയേണ്ടത്. ഗുരുദേവ കൃതി പഠിച്ചിട്ടുള്ള, ഗുരുദേവ കൃതിയുടെ അർത്ഥം മനസ്സിലാക്കി വായിച്ചിട്ടുള്ള ഒരാളും അറിയില്ല എന്ന് പറയില്ല. കാരണം എന്തേ?
അവിടെ വ്യക്തമായി ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരു ആരാണെന്ന്. ഗുരു യഥാർത്ഥത്തിൽ ആര് തന്നെയാണ്? ആരാ ഗുരു? യഥാർത്ഥത്തിൽ ആരാ? അവർ ഒരു മനുഷ്യനാണോ? ആണോ? എന്താണ് കുളത്തൂരുകാരുടെ അഭിപ്രായം? ഗുരു വെറും മനുഷ്യനാണോ? ആണോ അല്ലയോ? അല്ല. ഗുരു ആര് തന്നെയാ? ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. അന്ധതയിൽ ആണ്ടുകിടക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളിലേക്ക് ഈശ്വര മഹത്വം എന്തെന്ന് കാട്ടിക്കൊടുക്കുവാൻ മാടനെയും മറുതിയെയും വരിക്കപ്ലാവിൻ ചുവടുമൊക്കെ ആരാധിച്ചിരുന്ന ഒരു വലിയ സമൂഹത്തോട് ഈശ്വരൻ എന്തെന്ന് കാട്ടിക്കൊടുക്കുവാൻ സാക്ഷാൽ പരബ്രഹ്മം ഇവിടെ ഗുരുവായി അവതരിച്ചതാണ്. ഗുരു ഒരു അവതാരമാണ്. അവതാരം എന്ന് പറഞ്ഞാൽ എന്താ? താഴേക്ക് ഇറങ്ങി വരവ്. നമ്മൾ തന്നെ ചൊല്ലാറുണ്ട്, ഓം ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ ചൊല്ലാറില്ലേ? ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും, ഒരു കുടുംബയോഗം ആയിക്കൊള്ളട്ടെ, ഏത് പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, നമ്മൾ ആദ്യം തുടങ്ങുന്ന ഇത് ചൊല്ലിയിട്ടാ, ശരിയല്ലേ? ആണ്. പക്ഷെ ഇത് ചൊല്ലുന്ന ശ്രീനാരായണ ഭക്തനും അറിയില്ല ഗുരു ആരാന്ന്. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ഒരു ചെറിയ വിഭാഗത്തിന്. നല്ലൊരു വിഭാഗം ഗുരുവിനെ അറിഞ്ഞ് തന്നെയാ ജീവിക്കുക. അതിപ്പോ കുളത്തൂരായാലും കൊള്ളാം, കേരളത്തിനകത്തായാലും കൊള്ളാം, പുറത്തായാലും കൊള്ളാം, നല്ല ശതമാനം ഗുരുവിനെ അറിയുമ്പോ ചെറിയൊരു ശതമാനം ഇപ്പോഴും ഗുരുവിനെ അറിയാതെ ജീവിക്കുന്നുണ്ട്. ആ ചെറിയ ശതമാനത്തെ കൂടിയും എന്ത് ചെയ്യണം? ഈ വലിയ സമൂഹത്തിന്റെ കൂടെ ഈ അറിഞ്ഞവരുടെ കൂട്ടത്തിലേക്ക് അവരെയും കൊണ്ടുവരിക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന്റെ ഭാഗമാണ് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എന്തായാലും ഇവിടെ ഓം ഗുരു ബ്രഹ്മ, അവിടെ പറയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവായിരിക്കുന്ന ഏതൊരു ചൈതന്യമുണ്ടോ അത് ഗുരുവാകുന്നു. രക്ഷകർത്താവായ വിഷ്ണു ആയിരിക്കുന്ന ഏതൊരു ചൈതന്യമുണ്ടോ അതും ഗുരു തന്നെയാകുന്നു. സംഹാരകാരകനും ദേവദേവനുമായ മഹേശ്വരനായിരിക്കുന്ന ഏതൊരു ചൈതന്യമുണ്ടോ അതും ആര് തന്നെയാകുന്നു? ഗുരു തന്നെയാകുന്നു. പിന്നെയോ സാക്ഷാലുള്ള പരബ്രഹ്മമാകുന്നു ഗുരു. ഇത് ചൊല്ലിയിട്ട് ചോദിക്കുന്നവരുടെ ഗുരു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചൊല്ലിയ ചിങ്ങോട്ട് മാറിയിട്ട് ഗുരു ആരാന്ന് ചോദിച്ചാൽ ഈ ചോദിക്കുന്നവര് കാണാതെ മുട്ടി രണ്ടൂടെ കൂട്ടിയിടിക്കും. എന്റെ ഭഗവാനെ, ഇവരോട് എന്നോ മറുപടി കൊടുക്കും. ഈ അവസ്ഥ ശ്രീനാരായണ സമൂഹത്തിന്, ഗുരുവിനെ ഉപാസിക്കുന്നവർക്ക് ഉണ്ടാവാൻ പാടില്ല. ഗുരു ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ചോദ്യം തീരുന്നതിന് മുൻപേ ഉത്തരം കൊടുക്കുക, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. ഗുരു ആര് തന്നെയാണ്? പരബ്രഹ്മ സ്വരൂപനാണ് ഗുരു. ഇനി ഈ ചൊല്ലുന്ന ഓം ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ എന്നുള്ള ഈ ശ്ലോകം എവിടുന്ന് വന്നതാ? ഇത് ശ്രീനാരായണ ഗുരു എഴുതിയതാണോ? ശിവലിംഗദാസ സ്വാമി എഴുതിയതാണോ? അതോ ബോധാനന്ദ സ്വാമിയോ ജഡാധര സ്വാമികളോ എഴുതിയതാണോ? അല്ല. ഇതാണ് ഇത് അതിപുരാതന ഗ്രന്ഥം ഗുരുഗീത. ഇതാണ് ഗുരുഗീത. 274 ശ്ലോകങ്ങളുള്ള ഗുരുഗീതയിലെ ഒരു മന്ത്രമാണ് ഞാനും നിങ്ങളും ചൊല്ലുന്ന ഏത്? ഓം ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ എന്നുള്ള ഈ മന്ത്രം എവിടത്തെയാ? അതിപുരാതന ഗ്രന്ഥം ഗുരുഗീത. ഇനി എന്താ ഈ ഗുരുഗീത? ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോട് ഉപദേശ രൂപേണ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഗുരുഭാവത്തിലുള്ളത് എന്താണ് എന്ന്. നമുക്കറിയില്ലെങ്കിലും പരമശിവൻ സാക്ഷാൽ മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എത്ര ശ്ലോകങ്ങളിൽ കൂടി? 274 ശ്ലോകങ്ങളിൽ കൂടി സാക്ഷാൽ ദേവദേവനായിട്ടുള്ള മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നു പാർവതി ദേവിയോട് ഗുരു എന്നാൽ എന്ത്, ഗുരുഭാവത്തിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഗുരു എന്താണെന്ന് 274 ശ്ലോകങ്ങളിൽ കൂടി സാക്ഷാൽ ദേവദേവനായിട്ടുള്ള മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഒരു കാര്യം കൂടി പാർവതി ദേവിയോട് പറഞ്ഞു കൊടുത്തു. എന്താന്നറിയോ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കോപിച്ചാൽ പരിഹാരം ഉണ്ട്. പക്ഷേ ഗുരുകോപത്തിന് പത്രീഭൂതമായാൽ സന്തതി പരമ്പരകളോളം
പ്രപഞ്ചമുള്ളിടത്തോളം അനുഭവിക്കുകയല്ലാതെ പ്രതിവിധിയില്ല. നമ്മളാരും പറഞ്ഞതല്ല കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ അതാണ് ഇന്ന പുസ്തകം എന്ന് വരെ പറഞ്ഞത്. എവിടെ പറഞ്ഞതാ? ഗുരുഗീത. 274 ശ്ലോകങ്ങളിൽ കൂടി ഗുരു എന്താണെന്ന് പഠിപ്പിച്ചു തരുന്ന അതിപുരാതന ഗ്രന്ഥം. അതുകൊണ്ട് ഗുരുവിനെ ഉപാസിക്കുമ്പോ, ഗുരുദേവ കൃതികളെ പഠിക്കുമ്പോ, പ്രിയമുള്ളവരെ, ഈ അമൃതിനെ വേണ്ടതുപോലെ അറിഞ്ഞാണ് ഭജിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെയും തന്നുകൊള്ളൂ. ഒന്നിനും ഒരു മുട്ടുണ്ടാവില്ല. അഹങ്കാരമില്ലാത്ത മനസ്സോടെ, സമർപ്പണ ഭാവത്തോടെ ഭഗവാനെ ഉപാസിക്കുവാനുള്ള മനസ്സുണ്ടാവണം. ചിന്തയും പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം. എന്നിട്ട് ഈ അമൃതിനെ ഒന്ന് നുണഞ്ഞു നോക്കൂ. അപ്പോഴാണ് സുഖം പിടിക്കുക. അതുകൊണ്ട് നാരായണ ഗുരു എന്താണെന്ന് അറിയണം. യഥാർത്ഥത്തിൽ നാരായണൻ എന്താണെന്ന് അറിയണം. ഇതാണ് ഗുരുദേവ കൃതി പഠിപ്പിക്കുക. ഗുരു ഈശ്വരനാണോ അല്ലയോ, ഇവിടുന്ന് തുടങ്ങാതെ ഗുരു ഈശ്വരനാണോ അല്ലയോ എന്ന് പറയാതെ ഗുരുദേവ കൃതിയിലോ ദർശനത്തിലോ വന്നിട്ട് ഒരു കാര്യമില്ല. ഉണ്ടോ? ഒരു കാര്യമില്ല. ഗുരുവിനെ അറിയാതെ എങ്ങനെ ഗുരുദർശനം പഠിക്കും? എങ്ങനെ ഗുരുദേവ കൃതി ചൊല്ലും? അപ്പൊ ആദ്യം പഠിക്കേണ്ടത് ഗുരു എന്താണെന്ന് തന്നെയാ. നാരായണൻ, നമുക്കറിയാം സ്വാമി തൃപാദങ്ങളുടെ യഥാർത്ഥ നാമധേയം നാരായണൻ എന്നാണ്. നാണു എന്ന വിളിപ്പേരില്, ചെല്ലപ്പേരില്, ഓമന പേരിലാണ് അറിയപ്പെട്ടത്. പക്ഷെ മഹാഗുരുവിന്റെ യഥാർത്ഥ നാമധേയം നാരായണൻ എന്നാണ്. എന്തേ നാരായണൻ എന്ന് പറഞ്ഞാ ഈ ആരാ ഈ നാരായണൻ? നമുക്കറിയാം നാരായണൻ മഹാവിഷ്ണുവിന്റെ ഒരു പേരാണല്ലോ നാരായണൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അർത്ഥം അറിയാം. നാരത്തിൽ അയനം ചെയ്യുന്നവൻ ആരോ അവൻ നാരായണൻ. അല്ലേ? വെള്ളത്തെ കിടക്കയായി സ്വീകരിച്ചിട്ടുള്ളവൻ. ഇത് നമ്മള് സാധാരണ കേട്ടിട്ടുള്ള അർത്ഥം. പക്ഷേ നാരായണൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നാരം എന്ന വാക്കിന് വെള്ളം എന്നൊരർത്ഥമുണ്ട്. നാരം എന്ന വാക്കിന് പരമാത്മജ്ഞാനം എന്നൊരർത്ഥമുണ്ട്. നാരം എന്ന വാക്കിന് ജീവാത്മാവ് എന്നൊരർത്ഥമുണ്ട്. ഇനി അയനം എന്ന വാക്കിന് കിടക്ക എന്നൊരർത്ഥമുണ്ട്. അയനം എന്ന വാക്കിന് ആശ്രയം എന്നൊരർത്ഥമുണ്ട്. അപ്പോ പരമാത്മജ്ഞാനത്തിന്റെ കേദാരമായിരിക്കുന്നവൻ നാരായണൻ എന്നൊരർത്ഥവും, വെള്ളത്തെ കിടക്കയായി സ്വീകരിച്ചിരിക്കുന്നവൻ നാരായണൻ എന്നൊരർത്ഥവും, ഇതിനപ്പുറം നാരായണൻ എന്ന വാക്കിന് വേദാന്തം കൽപ്പിക്കുന്ന ഒരർത്ഥമുണ്ട്, വേദാന്തം പറയുന്ന ഒരർത്ഥമുണ്ട്. നമ്മെ സംബന്ധിച്ച് ഏത് കാര്യത്തിനും പ്രാമാണികം വേദാന്തം എന്തു പറയുന്നു അതാണ്. ഇവിടെ വേദാന്തം പറയുന്ന ഒരർത്ഥം, ഈ പ്രപഞ്ചത്തിലുള്ള സർവ ജീവാത്മാക്കളും ഏതൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നുവോ അത് നാരായണൻ. കാരണം ഇവിടെ ജീവാത്മാവെന്നും ആശ്രയമെന്നും എന്നൊരർത്ഥം. നാരം ജീവാത്മാവ്, അയനം ആശ്രയം. നാരായണൻ ജീവാത്മാക്കൾ ആശ്രയിക്കുന്നത് ഏതോ അത് നാരായണൻ. ജീവാത്മാക്കളായിട്ടുള്ള നമ്മളൊക്കെയും ആശ്രയിക്കുന്നത് ആരെ ആശ്രയിച്ചാണ് ജീവിക്കുക? ചേച്ചിമാരൊക്കെ ചേട്ടനെ ആശ്രയിച്ചാണോ ജീവിക്കുക? അച്ഛനും അമ്മയെ ആശ്രയിച്ചാണോ മക്കളെ ജീവിക്കുക? പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ അങ്ങനെയാണ്. പക്ഷേ ആ കുട്ടികൾ ആശ്രയിച്ചു നിൽക്കുന്ന മാതാപിതാക്കളെയും ഭാര്യ ആശ്രയിച്ചു നിൽക്കുന്ന ഭർത്താവിനെയും ഒക്കെ താങ്ങി നിർത്തുന്ന വലിയൊരു ശക്തിയുണ്ട്. ആ വലിയ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ പോലും നിലനിർത്തുക. ആ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന പരമാത്മ ചൈതന്യമാണ് നാരായണൻ എന്ന് എവിടെ അർത്ഥം പറയാ? വേദാന്തം. നോക്കൂ, ഗുരു യഥാർത്ഥത്തിൽ ആര്? ഈശ്വരൻ തന്നെയാണെന്ന് പേരുകൊണ്ടു പോലും അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഗുരു ആര് തന്നെയാണ്? ഗുരു സാക്ഷാത് പരബ്രഹ്മം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, മോനെ ഇത് ഗുരു ആര് തന്നെ? ഗുരു ഈശ്വരനാണ്, ഗുരു സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് എന്ന് പഠിപ്പിക്കുവാനുള്ള മനസ്സുണ്ടാവണം. ഇനി നമുക്കറിയാം ഗുരു സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു വലിയ സംശയം, അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഗുരു ഈശ്വരനാണെന്ന്? ഉണ്ടോ? കുളത്തൂരുകാരുടെ അഭിപ്രായം എന്താണ്? ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടോ നാം ഈശ്വരൻ തന്നെയാണെന്ന്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയി. അല്ലേ? എന്നാലേ നിങ്ങളുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഗദ്യ പ്രാർത്ഥനയാണ്.
ഗദ്യപ്രാർത്ഥന എന്ന് പറയുന്ന അതിന്റെ പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായ ഉത്തരം തരേണ്ടതുമാണ്. അവിടെ ഗുരു ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഗുരു ഈശ്വരനാണെന്ന് ഗുരു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതറിയണമെങ്കിലും ഗുരുദേവ കൃതി വായിക്കണം, പഠിക്കണം. ഗുരു പറഞ്ഞിട്ടുണ്ട് നാം ഈശ്വരൻ തന്നെയാകുന്നു. ആര് പറഞ്ഞിട്ടുണ്ട്? ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടെന്നേ, ഒരു സംശയവും വേണ്ട. ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരു ആര് തന്നെയാണെന്ന്, ഈശ്വരൻ തന്നെയാണെന്ന്. ഇനിയിപ്പം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ തിരിച്ചൊരു ചോദ്യം വന്നിരിക്കും, എവിടെ, എങ്ങനെ, അല്ലേ? അത് പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ക്ലിയർ ആവും. അതേ ഗുരു പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ ഇന്നലെ എടുത്ത ഗദ്യപ്രാർത്ഥന തന്നെ നോക്കാം, അപ്പൊ അത് ഒന്നുകൂടി മനസ്സിലാവും. അവിടെ ഒരു ഭാഗം പറയും, നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനിയും ഇതൊക്കെയും ഇല്ലാതായാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ഇവിടെ എന്തെങ്കിലും ഗുരു പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞതായി തോന്നിയോ? കുളത്തൂരുകാരോട് എന്തെങ്കിലും പറഞ്ഞോ? തൃപ്പാദങ്ങള് എന്തെങ്കിലും പറഞ്ഞു. കുളത്തൂരുകാരോടും പറഞ്ഞു, കോട്ടയംകാരോടും പറഞ്ഞു. ഈ പ്രപഞ്ചത്തോടാകമാനം സ്വാമി തൃപ്പാദങ്ങളൊന്ന് അരുളി. പക്ഷേ നമ്മൾ പലരും അത് അറിയാതെ പോയി എന്നതാണ് വാസ്തവം. അതുകൊണ്ട് കുളത്തൂരുകാരോടൊക്കെ ഭഗവാന് ഭയങ്കര പ്രിയാണ്, അല്ലേ? കുളത്തൂരുകാരെ ഒക്കെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ് ഭഗവാൻ. അങ്ങനെ പുണ്യമീയുന്ന പുളകിതയായ മണ്ണിലാണ് നിങ്ങൾ വസിക്കുക. അതൊരു പരമഭാഗ്യം. കാരണം നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടെന്ന് ആരുടെ? അവിടുത്തെ പാണി പതിഞ്ഞ ഒരു മണ്ണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇത് മനസ്സിലാക്കണം. ഗുരു പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്ന്? നാം ഈശ്വരൻ തന്നെയാണെന്ന് ഉണ്ട്. എന്താ പറഞ്ഞത്? നാം ശരീരമല്ല, അറിവാകുന്നു. ഇതറിയണമെങ്കിൽ ആത്മാവിനെ ഉപദേശിക്കുന്ന 100 ശ്ലോകങ്ങളുള്ള ഒരു കൃതി തൃപ്പാദങ്ങൾ എഴുതിയിട്ടുണ്ട്. പരിചയമുണ്ടോ? ആത്മാവിനെ ഉപദേശിക്കുന്ന 100 ശ്ലോകങ്ങളുള്ള കൃതി ആത്മോപദേശ ശതകം എന്നു പേർ. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങിയോതിടേണം. സമാധാനയില്ലേ എന്ന് പറഞ്ഞ് ആരെ പിടിച്ചാലാ ഊര് കിട്ടുക എന്ന് പറഞ്ഞ് ആളുകൾ ഓടി ഓടി നടക്കുമ്പോ മഹാഗുരു നമ്മളോട് എത്ര നാളായി പറയുന്നു, കുഞ്ഞേ ദാ നിനക്ക് സ്വസ്ഥതയില്ലയോ, ശാന്തി ഇല്ലയോ, സമാധാനം ഇല്ലയോ? മരുന്നുണ്ട്, മാർഗമുണ്ട്, ഇത് ചെയ്താ മതി. എന്ത്? അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന്. ഇവിടെ ആത്മോപദേശ ശതകത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന കരു എന്ന വാക്കിന്റെ അർത്ഥം ഈശ്വരൻ എന്നാണ്. കുഞ്ഞെ, നിനക്ക് ആ കരുവിനെ കണ്ടെത്തണമോ? ആ ഈശ്വരനെ അറിയണമോ? ഈശ്വര കൃപ ലഭിക്കണമോ? അതിനൊരു കാര്യം ചെയ്താ മതി. എന്ത് ചെയ്താ മതി? കണ്ണുകൾ 5 ഉള്ളടക്കൂ. ഇത് 5 തുറന്നിരിക്കല്ലേ, പുറത്തോട്ട് ഇങ്ങനെ തള്ളിയിരിക്കല്ലേ, എതിരെ കൂടി അസുഖം വരിക, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അത് എന്ത് ചെയ്യണം? 5 കണ്ണുകളെയും ഉള്ളിലേക്ക് വലിക്കൂ. ഉണ്ടോ 5 കണ്ണ് കുളത്തൂരുകാർക്ക്? ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. ഏതാ ഈ 5 കണ്ണ്? ഏതാ 5 കണ്ണ്? പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കണ്ണ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഈ 5 കണ്ണുകളും ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? 5 കണ്ണുകളെയും ഉള്ളിലേക്ക് വലിക്കണം. കാരണം സുഖം ഇരിക്കുന്നത് എവിടെയാ? അകത്താ. ശരിയല്ലേ? ഇപ്പൊ ആ തിരുനടയിൽ പോയി പ്രാർത്ഥിച്ചു, മഹാഗുരുവിന്റെ തിരുനടയിൽ പ്രാർത്ഥിച്ചു, അവിടെ വിനായകന്റെ തിരുനടയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മുടെ ഒരു ധാരണ ഈശ്വരൻ എവിടെയാ വസിക്കുക? അവിടെയാണ്, ഇവിടെയാണ്, എവിടെയാണ് ഈശ്വരൻ വസിക്കുക? ആകെ കൺഫ്യൂഷൻ ആവും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ. എവിടെയാണ് ഈശ്വര ചൈതന്യം പൂർണ്ണതയോടെ ഉണ്ടാവുക എന്നൊരു ചോദ്യം ചോദിച്ചാൽ കുളത്തൂരുകാർ തീർച്ചയായും വിഷമിക്കുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സംശയം ഉണ്ടാവില്ലേ? അവിടെയാണ്, ഇവിടെയാണ്, എവിടെയാണ് ഈശ്വര ചൈതന്യം പൂർണ്ണതയോടെ ഉണ്ടാവുക? എന്തു പറയും നിങ്ങള്? ഒന്നും പറയില്ല. എന്നെ ചിലപ്പോ ഓടിക്കും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ. പക്ഷേ അങ്ങനെ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുണ്ട്. ഈശ്വര ചൈതന്യം പൂർണ്ണമായി അനുഭവവേദ്യ ആകേണ്ടത് എവിടെയാണെന്ന്
വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ക്ഷേത്രം എന്നറിയണം, എന്താണ് ഈശ്വരൻ എന്നറിയണം, ഈശ്വരൻ വസിക്കുന്നത് എവിടെയാണെന്നറിയണം. ഇതറിയാതെ അവിടെയോ ഇവിടെയോ എവിടെയോ നിന്നിട്ട് ഒരു കാര്യമില്ല. കുളാർണവ തന്ത്രം വ്യക്തമായി പഠിപ്പിക്കും. ദേഹോ ദേവാലയ പ്രോക്ത സജീവ കേവല ശിവ തേജേത ജ്ഞാന നിർമ്മല്യ സ്വഹം പൂജ്യതുത്തമോത്തമ. കണ്ടോ, അവിടെ പറഞ്ഞു യഥാർത്ഥത്തിൽ ശിവചൈതന്യം, യഥാർത്ഥത്തിലുള്ള ശിവഭാവം എന്താണെന്ന്. ദേഹോ ദേവാലയ പ്രോക്ത, അവിടെയോ ഇവിടെയോ ആണെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? ദേഹോ ദേവാലയ പ്രോക്ത. കുഞ്ഞെ, ശരിക്കുള്ള ദേവാലയം എന്ന് പറയുന്നത് ഏത് തന്നെയാ? ദേവാലയം ഏതാണ്? ശരീരമാണ്, ദേഹമാണ്. ദേഹോ ദേവാലയ പ്രോക്ത. ഇനി ദേഹമാണ് ദേവാലയമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആ ശിവഭാവം എവിടെയാണ്, ഏതാണ്? സജീവ കേവല ശിവ, ജീവനാണ്, ആത്മാവാണ്. അവിടെ ആരായിരിക്കുക? ശിവനായിരിക്കുക. കണ്ടോ, ഇതറിഞ്ഞിട്ട് വേണം അവിടെ പോയി നിൽക്കാൻ. ഇതറിയാതെ അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒന്നും കിട്ടുകയില്ല, വെറുതെ ആയി പോവും. അപ്പൊ അതുകൊണ്ട് ഇതറിയണം. സജീവ കേവല ശിവ. ഇനി ആ ചൈതന്യത്തെ അതേപോലെ സംശീകരിക്കണമെങ്കിൽ ഒരു ഗുണം ഉണ്ടാവണം ഭക്തന്. അതെന്താ? തെജേത അജ്ഞാന നിർമ്മല്യ. അജ്ഞാനമാകുന്ന നിർമാല്യത്തെ ഉപേക്ഷിക്കൂ. ഇതങ്ങനെയല്ല പാത്രവും നിറച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. പാത്രം മുഴുവൻ എന്ത് ചെയ്തിരിക്ക? നിറച്ചു വെച്ചിരിക്ക. പാത്രം ഏതാ? കയ്യിലുള്ള പാത്രമൊന്നും അല്ല കേട്ടോ. പാത്രം ഏതാ? മനസ്സാകുന്ന പാത്രം. ഇത് മുഴുവൻ വേണ്ടാത്ത കൊണ്ടിട്ട് നിറച്ചിരിക്കുക. എന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അതിങ്ങോട്ട് ഇട്ട് നിറയ്ക്കാൻ നോക്കുക. നിറയുവോ? നിറയോ? ഇത് മുഴുവൻ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുക? മുഴുവൻ നിറഞ്ഞിരിക്കുക. ഇനി ഇതിനകത്ത് ഉള്ള സാധനം എന്തൊക്കെയാ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. എനിക്ക് എല്ലാരോടും അസൂയ, എനിക്ക് എല്ലാരോടും കുശുമ്പ, എനിക്ക് എല്ലാരോടും ദേഷ്യ, എനിക്ക് എല്ലാരോടും വെറുപ്പ, എനിക്ക് ഒരാള് നന്നാവുന്നത് കാണാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങള്, എങ്ങനെയുള്ളതൊക്കെ എന്റെ പാത്രത്തിൽ ഇങ്ങനെ നിറച്ചു വെച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് വിളിക്കും. എന്തു പറയും? എന്താ പറയാ? കാലാശ്രയം എന്നായി അണയുന്നോർക്ക് അനുകൂലൻ. നീ ഫാലാക്ഷനല്ലേ? നെറ്റിയിൽ കണ്ണോട് കൂടിയവനല്ലേ? അധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നവരെ വേരോടെ നശിപ്പിക്കുന്നവനല്ലേ? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? പരിചോട് വേണ്ടതുപോലെ എന്നെ കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കാത്തുരക്ഷിക്കുവോ? ഇല്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പാത്രം ശുദ്ധാക്കണം. ഇതെല്ലാം ഈ മതിലിന് വെളിയില് നമ്മൾ എന്ത് ചെയ്യണം? തട്ടിക്കൊടഞ്ഞ് കളയണം. എന്നിട്ട് പാത്രം കാലിയാക്കണം. ഒഴിഞ്ഞ പാത്രമായിട്ട് ഇങ്ങോട്ട് വരണം. എന്നിട്ട് അവിടെ എന്ത് നിറയ്ക്കണം? ഓം നമ ശിവായ, ഓം നമോ നാരായണായ ഒക്കെ കൊണ്ട് നിറയ്ക്കണം. എന്നിട്ട് അതായി മാറണം. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ ദാ ഗുരുവിന്റെ ദർശനം. ഇതാണ് ഗുരു ദർശനം. എന്ത്? രണ്ടില്ല കുഞ്ഞെ, പിന്നെ എന്താ? ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ തലത്തിലേക്ക് അവിടെ ദർശനം നടത്തുമ്പോഴാണ് അതിന്റെ പ്രയോജനം ഉണ്ടാവുക. ഇതാണ് കുളാർണവ തന്ത്രം പഠിപ്പിക്കുക. ദേഹോ ദേവാലയ പ്രോക്ത സജീവ കേവല ശിവ തേജേത അജ്ഞാന നിർമാല്യ. എന്നിട്ട് എന്തോ പറയണം? ദാ നോക്കൂ, സോഹം, ഞാൻ തന്നെ അവൻ, അവൻ തന്നെ ഞാൻ. ദാ അവിടെ ഇരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് അവിടെയും എവിടെയും പല രൂപത്തിൽ. ഇവിടെ വിനായക ഭാവത്തിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ, അവിടെ ഗുരുരൂപത്തിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ, ഇവിടെ ശിവഭാവത്തിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ, അതൊക്കെയും എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മഭാവം തന്നെയാണ് എന്ന് ഒരു ഭക്തൻ എന്ന് തിരിച്ചറിയുന്നുവോ അന്നവൻ ഗുരുവിനെ മനസ്സിലാക്കി. അന്നവൻ ഗുരുദേവ കൃതി പഠിച്ചു. അന്നവൻ ദർശനം എന്താണെന്ന് പഠിച്ചു. ഗുരുദേവ ദർശനം പഠിച്ചവനാണ്. അങ്ങനെയുള്ളവനാണ് ഗുരുവിന്റെ മുമ്പിൽ ഉത്തമ ഗുരുഭക്തൻ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ആദ്യമേ പഠിക്കുക. ഗുരു എന്താണെന്നറിയണം, എവിടെയാണ് ഈശ്വരൻ വസിക്കേണ്ടതെന്നറിയണം. എന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. ഇത് ഓരോ കൃതികളിൽ കൂടിയും ഗുരു പഠിപ്പിക്കും. ഇപ്പൊ കോലധീരേശ സ്തവത്തില് പറയുന്നത് തന്നെ. ഇപ്പൊ ഇവിടെ ആത്മോപദേശ ശതകത്തില് പറഞ്ഞു കണ്ണുകൾ അഞ്ചിനെയും ഉള്ളിലേക്ക് വലിക്കണം എന്ന് പറഞ്ഞു, അടക്കണമെന്ന് പറഞ്ഞു. കോലധീരേശ സ്തവം തന്നെ എടുത്തു നോക്കിക്കോളൂ. ഇതിലെ പറയാ, ഈ ലോചനമാതീന്ദ്രിയമേതെങ്കിലും ഒന്നിങ്ങ്, എന്താ പറയാ, ആലോചന കൂടാതെ
ഈ ലോചനമാതീന്ദ്രിയം, ഈ കണ്ണ് തുടങ്ങിയ എന്റെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആലോചന കൂടാതെ, വീണ്ടും വിചാരമൊന്നും ഇല്ലേ എനിക്ക്, ഞാൻ കാണുന്നതിലൊക്കെ എടുത്ത് ചാടും, അങ്ങനെ വീണ്ടും വിചാരം ഇല്ലാതെ പെട്ടുപോയാൽ നീ എന്ത് ചെയ്യണം? ആലാക്കിലൂടെ ആ നിമിഷത്തിൽ തന്നെ നിന്റെ ഭഗവാനെ എന്ത് ചെയ്യണം? സന്മതി തോന്നിക്കണേ. നീ ആകുന്ന ചൈതന്യത്തെ കുറിച്ച്, ഭഗവാനെ കുറിച്ച്, അവിടുത്തെ തിരുമുഖത്തെ കുറിച്ച് ഒരു ചിന്തയുണ്ടായാൽ പിന്നെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? തെറ്റ് ചെയ്യില്ല, തെറ്റിലേക്ക് പോവില്ല. ഇതാ അവിടെ പറയാ. ഇത് തന്നെ ആത്മോപദേശ ശതകത്തിൽ ആത്മാവിനെ ഉപദേശിക്കുന്ന 100 ശ്ലോകങ്ങളുള്ള ആത്മോപദേശ ശതകം തുടക്കത്തിലേ പറഞ്ഞു, ആ കരുവിനെ കണ്ടെത്തണമെങ്കിൽ ഇതിലെയൊന്നും അലിഞ്ഞു കിടന്നിട്ട് കാര്യമില്ല. നമുക്കറിയാം, തീർത്ഥാടനമായി പല സ്ഥലങ്ങളിലും പോവാറുണ്ട്. എന്തിനു വേണ്ടിയാ? മോക്ഷം നേടാൻ, ശരിയല്ലേ? അല്ലെങ്കിൽ എന്താ? ഈശ്വരനെ കരഗതമാകുവാൻ, എന്റെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാകുവാൻ. അതിലേയും പോകും, ഇതിലേയും പോകും, എല്ലാം പോകും. പക്ഷേ മഹാഭാരതം വ്യക്തമായിട്ട് പറയും യഥാർത്ഥത്തിലുള്ള തീർത്ഥാടനം ഏതാണ്, ഏത് നദിയിലാണ് മുങ്ങേണ്ടതെന്നൊക്കെ മഹാഭാരതം വളരെ വ്യക്തമായിട്ട് പറയും. എന്താ പറയാ? ആത്മാ നദി സംയമനം പുണ്യതീർത്ഥ സത്യോദകം ശീലതടാദയോർമിഹി തത്രാഭിഷേകം കുരു പാണ്ഡുനന്ദന നവാരിണ ശുദ്ധോദകം ച അന്തരാത്മാ. ഇവിടെ ഗംഗോത്രിയിലും യമുനോത്രിയിലും ഒക്കെ പുണ്യനദികളിലൊക്കെ മുങ്ങി മോക്ഷം നേടുവാൻ, മുക്കിപ്പൊക്കി എടുക്കാൻ ആളുകൾ പരക്കം പായുമ്പോ മഹാഭാരതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കുഞ്ഞെ നീ ഒരൊറ്റ നദിയിൽ മുങ്ങിയാ മതി. ഏത് നദിയിലാ? ആത്മാനദി, ഈശ്വര ചൈതന്യമാകുന്ന നദിയിൽ മുങ്ങിയാ മതി. ഭഗവാനിൽ അറിഞ്ഞു ഭജിച്ച് അതായി തീർന്നാൽ മതി, നിനക്ക് മോക്ഷം കിട്ടി. ഭഗവാനെ അറിഞ്ഞ് അടക്കത്തോടു കൂടി, ഭഗവാനിൽ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും അടക്കത്തോടു കൂടി ജീവിച്ചാൽ കുഞ്ഞേ നീ ആത്മാനദിയിൽ മുങ്ങി. ആത്മാനദി സംയമനം പുണ്യതീർത്ഥ, സംയമനം ഉണ്ടാവണം, അടക്കം ഉണ്ടാവണം. ഇത് തന്നെയാണ് ആത്മോപദേശ ശതകം തുടക്കത്തിലും പറഞ്ഞത്. എന്താ പറയാ? 5 കണ്ണുകളെയും ഉള്ളിലേക്ക് വലിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? തെരുതെരെ വീണ് വണങ്ങണം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ പാടെ ഉപേക്ഷിക്കണം. എങ്ങനെ? ആത്മാവിനെ ഉപദേശിക്കുന്ന 100 ശ്ലോകങ്ങളുള്ള ആത്മോപദേശ ശതകം എന്ന് പറയുന്ന വേദാന്ത കൃതി. ഇത് സ്വാമി തൃപ്പാദങ്ങളുടെ സ്തോത്രകൃതിയല്ല, പിന്നെയോ ദാർശനിക കൃതിയാണ്, മഹാഗുരുവിന്റെ വേദാന്ത കൃതിയാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതി. വേദാന്ത കൃതി എന്ന് പറഞ്ഞാൽ സ്വ അനുഭവമാണ് ഗുരു വേദാന്ത കൃതികളിൽ കൂടി കാട്ടുക. താൻ എന്താണ്, പ്രപഞ്ചം എന്താണ് എന്നൊക്കെ, യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്താണ് എന്നൊക്കെ സ്വ അനുഭവം സ്വാമി തൃപ്പാദങ്ങൾ മറയില്ലാതെ പ്രകടിപ്പിക്കുന്നത് വേദാന്ത കൃതികളിൽ കൂടിയാണ്. അങ്ങനെയുള്ള വേദാന്ത കൃതിയാണ് ആത്മോപദേശ ശതകം. ഈ ആത്മോപദേശ ശതകം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഏതാണ്ട് 45ഓളം ഭാഗങ്ങളിൽ മഹാഗുരു ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അറിവ്. ഏത് വാക്കാ? അറിവ്. ഏതാണ്ട് 45ഓളം ഭാഗങ്ങളിൽ സ്വാമി തൃപ്പാദങ്ങൾ ഈ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഏത് വാക്കിന് പകരമായാണ് തൃപ്പാദങ്ങൾ ഈ അറിവെന്ന വാക്ക് ഉപയോഗിച്ചതെന്ന് മനസ്സിലാകുമ്പോഴാണ് എന്താണ് വേദാന്തമെന്നും എന്താണ് ഗുരുവെന്നും എന്താണ് ഇതിന്റെ പ്രാധാന്യമെന്നും പഠിക്കുക. ഗുരുദേവ ദർശനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. ഇവിടെ ഗുരു വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം, ഇവിടെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന 1 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങൾ തൃപ്പാദങ്ങൾ എഴുതി വന്നപ്പോൾ അതിന്റെ പല ഭാഗങ്ങളിലും, പല പദ്യഭാഗങ്ങളിലും ഈശ്വരൻ, ദൈവം എന്ന് എഴുതി ചേർക്കേണ്ട സ്ഥലങ്ങൾ വന്നു. ഒരു പദ്യം നിങ്ങൾ ആത്മോപദേശ ശതകം വായിക്കുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാകും. അതിനകത്ത് പല ഭാഗങ്ങളിലും കയറി വരുന്ന ഒരു വാക്കാണ് അറിവ്, അല്ലേ? ഇപ്പൊ പല സ്ഥലങ്ങളിലും തൃപ്പാദങ്ങൾ ഈ അറിവെന്ന വാക്ക് ഉപയോഗിച്ചു. അത് ഏത് എഴുതി ചേർക്കേണ്ട സ്ഥലങ്ങളിൽ ഈശ്വരൻ, ദൈവം എന്നൊക്കെ എവിടെ ചേർക്കേണ്ടി വന്നോ, എവിടെ ഈശ്വരൻ എന്ന് എഴുതേണ്ട സ്ഥലം വന്നുവോ, എവിടെ ദൈവം എന്ന് എഴുതി ചേർക്കേണ്ട സ്ഥലം വന്നുവോ, അവിടെയൊക്കെയും ആത്മോപദേശ ശതകത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ ഈശ്വരനെന്നോ ദൈവമെന്നോ എഴുതിയില്ല. അതിന് പകരമായി, അതിന് സമമായി മറ്റൊരു പദം ഉപയോഗിച്ചു. ഏതാണ്? അറിവ്. ഏത് വാക്കാ ഉപയോഗിച്ചത്? അറിവ്. വേദാന്തത്തിൽ അതിന്റെ അർത്ഥം എന്താണ്?
ഈശ്വരൻ. അറിവെന്ന വാക്ക് അവിടെ ഈശ്വരൻ ദൈവം എന്നതിന് പകരമായിട്ടാണ്. അതുകൊണ്ടാണ് സ്വാമി തൃപ്പാദങ്ങൾ ആത്മോപദേശ ശതകാദികൾ പോലെയുള്ള തന്റെ കൃതികളിൽ ഏത് വാക്കുപയോഗിച്ചത്? അറിവ് എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പോ ഇനി നമുക്ക് ഗദ്യപ്രാർത്ഥനയിലേക്ക് പോകാം. നാം ശരീരമല്ല, അറിവാകുന്നു. ഗുരു ആരാകുന്നു എന്നാ പറഞ്ഞത്? ആരാകുന്നു എന്ന് പറഞ്ഞത്? നാം ശരീരമല്ല. എന്നോടും നിങ്ങളോടും പറഞ്ഞു, ദാ 72 വർഷക്കാലത്തെ ജീവിത നാടകം ആടുവാൻ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും പുത്രനായി താൻ അവതാരം ചെയ്യുന്നതിന് മുൻപും അറിവായ പ്രകാശ സ്വരൂപനായ നാം ഉണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾ ഗദ്യപ്രാർത്ഥന ഇന്നലെ കേട്ടതല്ലേ? അവിടെ പറയുന്നുണ്ടല്ലോ, നാം ശരീരമല്ല, അറിവാകുന്നു. നാം സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനാകുന്നു. നാം പ്രകാശ സ്വരൂപൻ തന്നെയാകുന്നു, ഈശ്വരനാകുന്നു, ദൈവമാകുന്നു. നാം ശരീരമല്ല, അറിവാകുന്നു. ആത്മോപദേശ ശതകം എന്ന ഒറ്റ കൃതിയുടെ അർത്ഥം പഠിച്ചാൽ മതി ഗദ്യപ്രാർത്ഥന എന്താണെന്ന് അറിയാൻ. അറിവെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ, ഗുരു ഈശ്വരനാണോ അല്ലയോ എന്നറിയാൻ ഒന്നും പഠിക്കണ്ട. ഏതോ ഒറ്റ കൃതി പഠിച്ചാൽ മതി. ഏതാ? ആത്മോപദേശ ശതകം എന്ന് പറയുന്ന എല്ലാ കൃതിയിലും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് ഗുരു അതേപോലെ തന്നെ ഇറക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ആത്മോപദേശ ശതകമാണോ എന്ന് തോന്നിപ്പോവും. എല്ലാം കട്ടയ്ക്ക് നിൽക്കും. എന്നാലും പെട്ടെന്ന് നമുക്ക് അത് ആത്മോപദേശ ശതകമല്ലേ എന്ന ഒരു ആർത്തി, ഒരു ത്വര ഉണ്ടാക്കി തരുന്ന ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. അപ്പൊ അങ്ങനെയുള്ള ആത്മോപദേശ ശതകത്തില് അവിടെ പറയുന്നു, ഈശ്വരൻ തന്നെയാകുന്നു, ദൈവം തന്നെയാകുന്നു. ഗദ്യപ്രാർത്ഥനയിലും പറയുന്നു, നാം ശരീരമല്ല, ആരാകുന്നു? അറിവാകുന്നു. എന്നിട്ട് പറയാ, ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപും അറിവായ നാം ഉണ്ടായിരുന്നു. 72 വർഷക്കാലത്തെ ജീവിത നാടകം ആടുവാൻ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും പുത്രനായി അവതാരം ചെയ്യുന്നതിന് മുൻപും അറിവായ പ്രകാശ സ്വരൂപനായ ദൈവമായ നാം ഉണ്ടായിരുന്നു. ഇനിയും ഇതൊക്കെയും ഇല്ലാതായാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. 72 വർഷക്കാലത്തെ ജീവിത നാടകമാടി മഹാസമാധിസ്ഥനായാലും തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ സർവ്വദുഃഖങ്ങളും ഇല്ലാതാക്കുവാൻ നാം ഇവിടെ തന്നെയുണ്ട് എന്നും ആര് പറഞ്ഞിട്ടുണ്ട്? ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പറയേണ്ട കുളത്തൂരുകാരാ. ശരിയല്ലേ? അല്ലേ? അവിടെ ഒരു ചിത്രം ഉണ്ടല്ലോ, മഹാഗുരുവിന്റെ ഗുരു അല്ലേ? ശരിയല്ലേ? അവിടുന്ന് കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു ചിത്രം. അവ അതിന്റെ തിരുമുമ്പിൽ നിന്ന് ഉപാസിക്കുന്ന ഇവിടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അത് ഉത്തരം പറഞ്ഞേ മതിയാവും. അപ്പൊ ഗുരു ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മവിലാസം എന്ന് പറയുന്ന ഒരു ഗദ്യകൃതി വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവിടെ പറയും, കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ചിത് പുരുഷനാകുന്നു നാം. സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയാകുന്നു നാം. ആര് തന്നെയാ? സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് പറഞ്ഞ ആരാർത്ഥം? ഈശ്വരൻ തന്നെയാകുന്നു. നോക്കൂ, അങ്ങനെ ഏതേത് കൃതികളാ. ഇനി അപ്പൊ ഞാൻ പറഞ്ഞു, ഗുരുദേവ കൃതിയുടെ ഒരു പ്രത്യേകത, ഏറ്റവും ഒന്നാമത്തെ മഹത്വം, ഇത് അവിടുത്തെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്നതാണ്. ഗുരുവിനാൽ വിരചിതം. രണ്ടാമത്, ശ്രീനാരായണ ഗുരു ആരാണ്, ഗുരു ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുള്ള ഏതൊരു വ്യക്തിയും ഗുരുദേവ കൃതിയുടെ അർത്ഥമുള്ള ഒരു പുസ്തകം വായിക്കൂ. ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ ഗുരുദേവ കൃതിയുടെ അർത്ഥമുള്ള ഒരു പുസ്തകം വാങ്ങിക്കൂ. പിന്നെ രണ്ടാമത്, ദേവി ദേവ സങ്കല്പം എന്താണ് നമുക്കിപ്പോഴും അറിയില്ല. മഹാദേവനാണോ ശക്തി കൂടുതല്, വിനായകനാണോ ശക്തി കൂടുതല്, അതോ സുബ്രഹ്മണ്യ ഭഗവാനാണോ ശക്തി കൂടുതല്, അതോ ഇനി ദേവിക്കാണോ, ഇതാർക്കാ ശക്തി കൂടുതല് എന്ന് ചോദിച്ചാലും നമുക്ക് ഉത്തരം ചിലപ്പോ പറയാൻ പറ്റിയെന്ന് വരില്ല, ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംശയത്തിനും വ്യക്തമായ ഉത്തരം സ്വാമി തൃപ്പാദങ്ങൾ ഗുരുദേവ കൃതിയിൽ തന്നിട്ടുണ്ട്. ഇതാണല്ലോ ഗുരുവിന്റെ ദർശനം. രണ്ടില്ലോ കുഞ്ഞേ ഒന്നേ ഉള്ളൂ എന്ന് പഠിപ്പിക്കലാണ് ഗുരുദേവ കൃതി ആദ്യം മുതൽ അവസാനം വരെ. ഇതിൽ ഞാൻ പറഞ്ഞു, സ്വാമി തൃപ്പാദങ്ങള് വിനായകനെ സ്തുതിച്ചുകൊണ്ട് ഒരൊറ്റ കൃതിയെ എഴുതിയിട്ടുള്ളൂ. ഏതാണ്? വിനായകാഷ്ടകം. നിങ്ങൾ ചൊല്ലാറുണ്ടാവും. നമദേവവൃന്ദം ലസവേദകന്ദം ചിരശ്രീമദിന്ദും ശ്രിതശ്രീ മുകുന്ദം ബൃഹചാരുതുന്ദം സ്തുതശ്രീ സനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേ അഭീഷ്ടസന്ധം, അല്ലെ? ഭജേഭീഷ്ടസന്ധം. ഈ വിനായകാഷ്ടകത്തിന്റെ
ഒന്നാം ശ്ലോകത്തിൽ കൂടി തന്നെ ഗുരു തന്റെ ദർശനം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റ കൃതിയിൽ കൂടി ഗുരുദേവ കൃതി എന്ന് പറയുന്ന ഒരു പുസ്തകം തുറന്നു നോക്കുമ്പോ ആ ഗുരുദേവ കൃതിയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് വിനായകനെ സ്തുതിച്ചിട്ടുള്ള ഒരു കൃതിയാണ്, ശരിയല്ലേ? ആ കൃതിയുടെ വിനായകാഷ്ടകത്തിന്റെ ഒന്നാം ശ്ലോകത്തില് നമ്മുടെ എല്ലാ സംശയത്തിന്റെ ഉത്തരത്തോട് കൂടിയിട്ട് അവിടെ തുടങ്ങുക. നമ്മുടെ ഒരു സാധാരണ ഭക്തന്റെ ഏറ്റവും വലിയ സംശയം എന്നാ? ആരെ ഉപാസിച്ച കാര്യം നടക്കും, ഇതാണല്ലോ, ശരിയല്ലേ? ആരോട് പറഞ്ഞാൽ എന്ത് സംഗതിയൊക്കെ നടക്കും? എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അല്ലെ എനിക്ക് രോഗം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉലച്ചിലുണ്ട്, അല്ലെ സന്തതികളുടെ വഴിപഴിച്ച പോക്ക്, എന്തോ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ നാനാതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തേടിയാണല്ലോ നമ്മൾ എന്ത് ചെയ്യാ? ക്ഷേത്ര സന്നിധിയിൽ ഒരു വിഭാഗം വരിക, എല്ലാരും അല്ല, ഒരു വിഭാഗം വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഭക്തന്റെ ഉള്ളിലെ ചിന്ത എന്താ? ആര് കാര്യം സാധിക്കും? ഇത് ആരുടെ അടുക്ക് ചെന്നാ ഇത് എനിക്ക് വേണ്ട ശാന്തി കിട്ടും? അപ്പൊ ഇതിനെല്ലാം ഉത്തരം ഗുരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏത്? വിനായക അഷ്ടകത്തിന്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ. കാരണം നമ്മുടെ ഇവിടെ ഒന്നാമത്തെ സംശയം എന്നാ? ഇതിൽ ആർക്കാ ശക്തി കൂടുതൽ, അല്ലേ? ഇത് ആരെയാണ് ശരിക്കും മുറുക്ക പിടിക്കേണ്ടത്, ആരെയാണ് ഇച്ചിരി അയച്ചു വിടേണ്ടത്, എങ്ങനെയൊക്കെയുള്ള സംശയത്തിന് ഉത്തരം അവിടെ വ്യക്തമായിട്ട് പറയും. നമുക്കറിയാം, വിനായകാഷ്ടകം ചെല്ലുമ്പോ നമ്മുടെ ഉള്ളിൽ ആരും നിറഞ്ഞു തുളുമ്പി നിൽക്കും. വിനായകാഷ്ടകം ചെല്ലുമ്പോ ആരായിരിക്കും? അതിപ്പോ എന്താ സംശയം? വിനായകാഷ്ടകം നമ്മ ദേവവൃന്ദം ചൊല്ലുമ്പോ ഒറ്റക്കൊമ്പൻ, മുറിക്കൊമ്പൻ, കുഞ്ഞു കണ്ണുള്ളവൻ, വലിയ ചെവിയുള്ളവൻ, തുമ്പിക്കയ്യൻ, ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കും, ശരിയല്ലേ? ആണ്. അപ്പോ ഇവിടെ വിനായകാഷ്ടകത്തിൽ കൂടി മഹാഗുരു പഠിപ്പിക്കുന്ന പരമതത്വം എന്താണെന്ന് കൂടി അറിയണം. നോക്കാം. നമ്മ ദേവവൃന്ദം, ദേവാദിദേവന്മാരാൽ വന്നിച്ചു നിൽക്കുന്നവൻ, വേദകന്ധം, വേദങ്ങളുടെ നാരായ വേരായിരിക്കുന്നവൻ, ശിരശ്രീമത് ഇന്ദു, ജടയിൽ ഇന്ദുവിനെ ചന്ദ്രകലയെ അണിഞ്ഞിട്ടുള്ളവൻ. അതാരാ? അച്ഛനാണോ മോനാണോ? അതാരാ? ഇപ്പൊ നമ്മൾ ചൊല്ലുന്ന ആരെ കുറിച്ചാ? വിനായകാഷ്ടകം, ശരിയല്ലേ? വിനായകാഷ്ടകത്തിന് ഒരു ലൈനായി പറഞ്ഞത് ശിരശ്രീമതിന്ദും. അപ്പൊ ഇപ്പൊ അത് വന്നത് ആരാണ്? നമ്മുടെ ഉള്ളിൽ ആരായിരുന്നു? വിനായകൻ. പക്ഷെ ഇപ്പൊ വർണ്ണനയിൽ വന്നത് ആരാണ്? സാക്ഷാൽ മഹാദേവൻ, ശരിയല്ലേ? ശിരശ്രീമതിന്ദും ശ്രിതശ്രീ മുകുന്ദം, മുകുന്ദനാൽ മഹാവിഷ്ണുവിനാൽ വന്നിച്ചു നിൽക്കുന്നവൻ. ബൃഹചാരു തുന്തം, ചില പുസ്തകത്തിൽ തുന്തോന്നുണ്ട്, ചില പുസ്തകത്തിൽ ശുണ്ടോന്നുണ്ട്, രണ്ടും ഒരേ അർത്ഥം തന്നെ. ഗണപതി. തടിച്ചു മനോഹരമായ വയറോട് കൂടിയവൻ, തുമ്പിക്കൈയോട് കൂടിയവൻ. ജഡാഹീന്ദ്ര കുന്തം, ജഡയിൽ അഹികളിൽ ഇന്ദ്രനായവനെ, സർപ്പരാജാവിനെ അണിഞ്ഞിട്ടുള്ളവൻ. നമ്മ ദേവവൃന്ദം, ലസദ്വേദകന്ധം, ശിരശ്രീമതിന്ദം, ശ്രിതശ്രീ മുകുന്ദം, ബൃഹചാരുതുന്ദം, സ്തുതശ്രീ സനന്ദം, സനക സനന്ദാദി മുനിമാരാൽ വന്നിച്ചു നിൽക്കുന്നവൻ. ജഡാഹീന്ദ്രകുന്തം, ജഡയിൽ സർപ്പരാജാവിനെ അണിഞ്ഞിട്ടുള്ളവൻ. എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭക്തൻ എന്തിനു വേണ്ടിയാ ഭജിക്കുന്നതെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ കാര്യം ഭഗവാൻ അത് അതുപോലെ തന്നെ അവിടെ എഴുതി ചേർത്തു. എന്താ എഴുതിയത്? ഭജേ, ഞാൻ ഇങ്ങനെയൊക്കെ ഭജിച്ചത് എന്തിനാണെന്നറിയാവോ? അഭീഷ്ട സ്വന്തം, എന്റെ ആഗ്രഹമൊക്കെ നീ സാധിച്ചറിഞ്ഞ കേട്ടോ, അതിനാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ജഡയിൽ സർപ്പരാജാവിനെ അണിഞ്ഞിട്ടുള്ളവനല്ലേ, മുകുന്ദനാൽ വന്നിച്ചു നിൽക്കുന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാ? തടിച്ചു മനോഹരമായ വയറോട് കൂടിയവനല്ലേ. എങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഭജേ, ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ ഭജിച്ചത് എന്തിനാണെന്ന് അയ്യോ ഭഗവാനെ നിനക്കറിയാവോ? അതെന്തിനാ? അഭീഷ്ട സ്വന്തം, നീ എന്ത് ചെയ്യണം? ആഗ്രഹമൊക്കെ സാധിച്ചറിഞ്ഞ കേട്ടോ. കണ്ടോ, ഇതാണ് ഗുരുദേവ കൃതികളിൽ സ്തോത്ര കൃതികളുടെ പ്രത്യേകത. എവിടെ? വേദാന്തമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. എങ്കിൽ പോലും ആ വേദാന്തത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഭക്തന്റെ ഭക്തിക്ക് പാരവശ്യം അതിന്റെ മൂർധന്യ അവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ഗുരു എഴുതിയിട്ടുള്ള കൃതികളാണ് സ്തോത്ര വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്. അത് ഏതെടുത്താലും നമുക്ക് മനസ്സിലാകും. ഇനി നിങ്ങൾക്കറിയാം, നമ്മൾ ചൊല്ലാറുണ്ട് വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് സ്വാമി തൃപാദങ്ങൾ 3 കൃതികളെ എഴുതിയിട്ടുള്ളൂ. അത് നമുക്കറിയാം. സ്വാമി തൃപാദങ്ങള് വാരണപ്പള്ളിയിൽ താമസിച്ച് പഠിക്കുന്ന അവസരത്തില്
ആണ്. ഒരു ദിവസം നാണു കുഞ്ഞാണ് അല്ലേ, നാരായണ ഗുരു ആയിട്ടില്ല. വിദ്യ അഭ്യസിക്കുന്ന അവസരത്തിൽ നാണു ഇതാ വാർമത്തോപ്പിലെ തെങ്ങിൻ തോപ്പിൽ കൂടി ഓടുകയാണ്. എന്തു പറഞ്ഞിട്ടാ? ഇതാ ശ്രീകൃഷ്ണൻ, ഇതാ ശ്രീകൃഷ്ണൻ, ദേ ശ്രീകൃഷ്ണൻ പോകുന്നു, ദേ ശ്രീകൃഷ്ണ ഭഗവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആരോടുകയാണ്? നാണു ഓടുകയാണ്. ഓടി 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 പോയി ചെന്ന് നിന്നത് എവിടെയാ? ഒരു ചെറിയ കുളത്തിന്റെ വക്കിലാ. എന്നിട്ട് കുളത്തിന്റെ വക്കിൽ നിന്നിട്ട് ഇതാ കൊച്ചു നാണു പറയുന്നു, ഇതാ ശ്രീകൃഷ്ണൻ കുളത്തിലേക്ക് ചാടി. എങ്ങോട്ട് ചാടി? ശ്രീകൃഷ്ണ ഭഗവാൻ ഇതാ കുളത്തിലേക്ക് ചാടി എന്ന് പറഞ്ഞ് അവിടെ കണ്ണു അടച്ചു നിന്നുകൊണ്ട് നാണു ചൊല്ലിയ ശ്ലോകമാണ് നമ്മൾ ഏതു പേരിൽ അറിയപ്പെടുന്നത്? ശ്രീകൃഷ്ണ ദർശനം എന്ന ഒരു ചെറിയ കൃതി. ഭൂയോവൃത്തി നിവർത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമുടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കുമ കായാവിൻ മലർമേനി കസ്തുഭ മണിഗ്രീവന്റെ ദിവ്യോത്സവം. നോക്കൂ, സ്വാമി തൃപ്പാദങ്ങൾ ബാലഭാവത്തില് വാരണപ്പള്ളിയില് കുമ്മമ്പള്ളി രാമൻപിള്ള ആശാന്റെ അടുക്കല് താമസിച്ച് പഠിക്കുമ്പോ വാരണപ്പള്ളി തറവാട്ടിൽ നിന്നാണ് പഠിക്കുക, അവിടെയാണ് താമസിക്കുക. അങ്ങനെ അവിടെ താമസിച്ച് പഠിക്കുന്ന അവസരത്തിലാണ് ഇതാ ശ്രീകൃഷ്ണൻ, ഇതാ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ് കുളത്തിലേക്ക് ചാടി എന്ന് പറഞ്ഞ് ആ കുളത്തിന്റെ പക്കൽ നിന്ന് അങ്ങനെ അവിടുത്തെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്ന് നമുക്ക് കിട്ടിയതാണ് ശ്രീകൃഷ്ണ ദർശനം. ഭൂയോ വൃത്തി നിവർത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി. അന്നേരം കണ്ട അവസ്ഥ എന്താണെന്ന് ഗുരു സ്വാനുഭവം പറയുക. ഇതാ ഭൂയോ വൃത്തി നിവർത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി. ഇതാ ഈ പ്രപഞ്ചം മുഴുവൻ സത്തിൽ ഏകീഭവിച്ചിരിക്കുന്നു, മറഞ്ഞു പോയിരിക്കുന്നു. ഇവിടെ എന്തു മാത്രമേ ഉള്ളൂ? ഈശ്വര ചൈതന്യം ഇതാ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഭുവനവും സത്തിൽ, സത്ത് ഉണ്മ ഈശ്വരനിൽ തിരോഭവിച്ചിരിക്കുന്നു, മറയപ്പെട്ടിരിക്കുന്നു, അതിൽ ലയിച്ചിരിക്കുന്നു. സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ. ഇതാ എല്ലായിടത്തും ആ കായാമ്പൂവർണ്ണന്റെ പ്രകാശമല്ലാതെ, ആ ശോഭയല്ലാതെ മറ്റൊന്നും കാണുവാനില്ല. താൻ കാണുന്നത് പറയാ, താൻ കാണുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ ഈ ഭുവനമൊന്നും ഇല്ല, പ്രപഞ്ചമേ ഇല്ല. പിന്നെ എന്ത്? കായാമ്പൂവർണ്ണൻ മാത്രം. കാണുന്നതോ കായാമ്പൂവർണ്ണന്റെ ആ ശോഭ മാത്രം. സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ. വണ്ടിൽ പൂക്കള് തണ്ടാരിൽ വീണു മധുകൊണ്ട് ആരംഭിക്കുമ്പോ ഉണ്ടാകുന്ന ആ ചങ്കാരനാദം ഉണ്ടല്ലോ, അതുപോലെ ഇവിടെ ഇല്ല. പീയൂഷധ്വനി ഒന്നുമില്ല. ഇവിടെ എന്തോ ഒറ്റ ധ്വനിയേ ഉള്ളൂ, അമൃതധ്വനി, ഭഗവാന്റെ ആ ഒരു ഇത് മാത്രം. ശബ്ദമായും രസമായും രൂപമായും പ്രകാശമായും ഒക്കെ സത്ത് മാത്രമേ ഉള്ളൂ. പ്രപഞ്ചം സത്തിൽ അടങ്ങിപ്പോയിരിക്കുന്നു. സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്ന്. കണ്ടോ, മായാമൂടുപടം മാറ്റിയിരിക്കുന്നു. ഇനി നമ്മള് മായാമൂടുപടം എന്താന്ന് ജനനീ നവരത്ന മഞ്ജരിയിലേക്ക് കടക്കുമ്പോ പറയും. കലാതിയായ മൃദു നൂലാല നെയ്യും ഒരു ലീലാപടം ഭവതിമേ മേലാകെ മൂടും എന്ന് നമ്മൾ അങ്ങോട്ട് പറയുമ്പോ ഈ മായാമൂടുപടം എന്താന്ന് നമുക്ക് ഒന്നുകൂടി വ്യക്തമാവും. ഇതാ മായാമറ മാറിയിരിക്കുന്നു. അതുകൊണ്ട് കൗസ്തുഭ മണിഗ്രീവന്റെ ദിവ്യോത്സവം. ദാ ആരുടെ എഴുന്നള്ളത്ത്? കൗസ്തുഭം അല്ലേ, ഭഗവാന്റെ മാറിൽ അണിഞ്ഞിട്ടുള്ള രത്നമാണ്. രത്നത്തിന്റെ പേരാണ് ഏത്? കൗസ്തുഭം. കൗസ്തുഭം എന്ന് പറയുന്ന ഭഗവാന്റെ മാറിൽ അണിഞ്ഞിട്ടുള്ള ഒരു രത്നമാണ്. ആ രത്നത്തിന്റെ പേരാണ് ഏത്?